ഞാൻ തന്നെയാ കരയുന്നത്. നിന്നെ മാത്രമല്ല, ആരെയും സമാധാനിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ കണ്ണീരും കൈയുമായി ബീച്ചിലിരുന്ന് ഞാൻ തളർന്നു പോയി. എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയല്ലേ കരയുന്നത്. ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. 3 മിനിറ്റ് കൊണ്ട് ഞാനത് സോൾവ് ചെയ്യാം. അവനെന്താ? അവൻ ഞാനില്ലാതെ സന്തോഷിച്ചിരിക്കുക. ഞാനാ ഈ ബീച്ചിലിരുന്ന് കരയുന്നത്. അവൻ എന്നെ ഇട്ടിട്ട് പോയതല്ല എന്റെ വിഷമം. വെറും 2 മാസം കൊണ്ട് 2 വർഷത്തിന്റെ സ്നേഹം സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോയി ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നിന്നെ തേച്ചിട്ട് പോയവൻ ആരാണെന്നെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റുമോ? സഞ്ജയ്. ഓ, സഞ്ജയ്. ഈ തേപ്പുകാരുടെ പേരൊക്കെ എസ്സിലാണല്ലോ തുടങ്ങുന്നത്. എന്നെ എന്തിനാ വീണ്ടും അവനെ ഓർമ്മിപ്പിക്കുന്നേ? ഞാനോ? ഓഹോ, ഇനി ബ്രേക്കപ്പ് ഞാനാ ചെയ്തെന്ന് ഇവള് പറയൂ. ഇത് വേഗം തന്നെ സോൾവ് ചെയ്യണം. ഇപ്പോ നിനക്ക് സഞ്ജയെ മറക്കണം എന്നല്ലേ പറയുന്നേ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ മറപ്പിക്കാം. വാ. വാ. അല്ല, നിന്നെ തേച്ചിട്ട് പോയതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സഞ്ജയ്. സഞ്ജയ്. ഒരു 3 തവണ പറയും. സഞ്ജയ് സഞ്ജയ് സഞ്ജയ്. എടാ സഞ്ജയ്, ഇന്ന് മുതൽ ഇവളുടെ മനസ്സിൽ നിന്നും വെള്ളത്തിൽ നിന്നും തന്നെ 5 സെക്കൻഡ് കൊണ്ട് നീ മാഞ്ഞു പോകും. ബൈ ബൈ സഞ്ജയ്. സഞ്ജയ് പോയി. സാഹിത്യം ഇല്ലാതൊരു ജീവിതമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നോ, അതിനപ്പുറം വേറൊന്നുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു ഈ ലവ്. ബീച്ചിൽ നിന്ന് കിട്ടി തിരമാലയായി എൻ്റെ ജീവിതത്തിൽ അലയടിച്ചു. ലൈക്ക് എ വേവ്. Hey, Akhil, what happened? You're not with me. ഞാൻ ആരാന്നറിയുന്നുണ്ടോ? Yes. Yes. Lavanya. Yes, Lavanya. Look into my eyes and kiss me. So, നീ സാഹിത്യം ഇതുവരെ മറന്നിട്ടില്ല. No more സാഹിത്യ. I don't want any more relationship in my life. എന്തിനെങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? നീ സാഹിത്യം മുഴുവനായിട്ട് അങ്ങ് മറന്നിട്ടില്ല എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? നിന്നെ എന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. സാഹിത്യം ഇല്ല, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്റെ കണ്ണി നോക്കിയിട്ട് മനസ്സിലായില്ലേ? ആ നോക്ക്. ചേട്ടാ, എനിക്കൊരു പെണ്ണ് വേണം ചേട്ടാ. അപ്പൊ നീ വയസ്സറിയിച്ചു അല്ലേ? ഒരുത്ത സ്നേഹിക്കുന്ന പെണ്ണിനെ അവരെ കഷ്ടപ്പെടുത്തി ഈ ബോട്ടിലെടുത്തവന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുത്ത് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ. പ്ലീസ്. വാടാ
അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ മുഖത്തിലും ബാഡ് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ്, ബാഡ് ഇന്റൻഷൻസ് ലീഡ് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ലവ്. അഖിൽ, നീയാണോ ഇപ്പോ വഴക്കുണ്ടാക്കിയത്? ഹേ, എന്താ? ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതാന്ന് വിചാരിച്ചോ? അവര് നല്ല മൂക്കറ്റ വെള്ളം അടിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് പോയി തൊട്ടതിന് അവരങ്ങ് താഴെ വീണതായിരിക്കും. കുറച്ചേരം ഒന്ന് അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ്, ഷോക്കിംഗ്. എന്താന്നറിയില്ല, ഐ ഡോണ്ട് നോ. അഖിൽ, നീ വന്ന ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. നീ ഒരാഴ്ച എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് പറയേണ്ട പ്രായമല്ല നിനക്ക്. കഴിഞ്ഞ 26 കൊല്ലം നീയായിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നെൻ്റെ സേവിങ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നീയാണ് ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്വാളിറ്റിയും നിൻ്റെ അടുത്തില്ല. നിനക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്ന് ബിസിനസ്സിൽ എന്നെ സഹായിച്ച് എൻ്റെ പ്രഷർ കുറച്ച് കുറയ്ക്കുമെന്ന് കരുതി. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാക്കി നീ എൻ്റെ പ്രഷർ കൂട്ടുകയാണ്. 4 കൊല്ലമായിട്ട് ഈ കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. സോ ഇനി നിൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ജീവിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടി നീ അറിഞ്ഞിരിക്കണം. നിൻ്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവാം, പക്ഷെ അതിൽ പണം ഉണ്ടാവില്ല. ATM കാർഡ് ഉണ്ടാവാം, പക്ഷെ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വായിച്ചതിന് ശേഷം ആ കാറിൻ്റെ താക്കോൽ നീ വാച്ച്മാൻ്റെ അടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ UK നിന്ന് വരുമ്പോൾ നീ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യവും എനിക്കറിയാം. പ്ലീസ് ഡു ഇറ്റ്. ഇതുപോലൊരു ജീവിതം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് സുമൻ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. സുമാൻ, നീ ഉണ്ടടാ എനിക്ക്. മച്ചാനെ, നിന്നെ ഞാനിപ്പോ വിളിക്കാൻ ഇരുന്നേ ഉള്ളൂ. അപ്പോഴാ നീ വിളിച്ചത്. അഖില, നിനക്കൊരു സർപ്രൈസിംഗ് ന്യൂസ്. എന്താ? ഞാൻ
ഹർഷ, ദിവി, റീതു എല്ലാരും യുഎസിലേക്ക് പോകാൻ പോവാ. വിസ കിട്ടാൻ 15 ദിവസം വൈകുന്നാണ് വിചാരിച്ചത്. ഇന്നലെ തന്നെ കിട്ടിയെന്ന്. അത് വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായത്. എനിക്കറിയാകില്ലേ ഇതറിഞ്ഞാ നീ എത്രത്തോളം സന്തോഷിക്കുന്ന കാര്യം അല്ലേടാ. അതുപോലെ നീ എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താണ് അത്? എന്താന്ന് പറയണ? ഒന്നുമില്ലടാ, എല്ലാവരും വീട്ടിലേക്ക് സേഫായി എത്തിയെന്ന് അറിയണമെന്ന് തോന്നി. എടാ, ഞങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ നിനക്ക്. ലിസിയുടെ മച്ചു. ബൈ. ടേക്ക് കെയർ. ലാവണ്യ, ഹലോ. ഹലോ ദേവദാസ്, സുഖം തന്നെയല്ലേ? എന്താന്നറിയില്ല അഖിൽ, നീ പോയത് മുതൽ എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുക. ഞാൻ അതും ആലോചിച്ച് ബാംഗ്ലൂർ വരെ എത്തി. നീ എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിയണ്ട. ഇനി 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് നിന്നെ കാണണം. ഫൈനലി. എടോ ദേവദാസ്, എന്തിനാ മോന്തയും വിറപ്പിച്ചിരിക്കുന്നെ? വെൻ ലാവണ്യ ഈസ് ഹിയർ, നോ ഫിയർ. നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തത് ഒരു ആക്സിഡന്റ് ആയിരിക്കാം, പക്ഷെ അതിന്റെ പേർപ്പസ് വേറെ ആയിരിക്കാം. അന്ന് ഞാൻ റോഡിലായിരുന്നു, ഇപ്പൊ ദേ നീയും. ലൊക്കേഷൻ ചേഞ്ച്, പക്ഷെ സെയിം സിറ്റുവേഷൻ. ഈ ഫ്ലാറ്റില് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനമ്മയും യുഎസിലാ. നിന്റെ അച്ഛനും അമ്മയും വരുന്നത് വരെ നിനക്ക് ഇവിടെ താമസിക്കാലോ. ഇതാ, ദിസ് ഇസ് ഫോർ യു. ചിയേഴ്സ്. ഹേ, വെയിറ്റ്. ഇവിടെ വേണ്ട, എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്, വാ കാണിക്കാം. അഖിൽ, എന്റെ ലൈഫില് വല്ലാതെ ബോറടിച്ചപ്പോ ഞാൻ ഒരുത്തി മാത്രം ഇവിടെ വന്ന് വെള്ളം അടിച്ച് എന്നെ കുറിച്ച് മാത്രം സംസാരിച്ചോണ്ട് പഴയ സോങ്സും കേട്ടോണ്ട് ഇവിടെ തന്നെ വന്നങ്ങ് ഇരുന്നോളൂ. നീ വന്നതിന് ശേഷം എല്ലാം നാശായി പോയി. ഹേ കൂൾ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. യു നോ വാട്ട് അഖിൽ, നീ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം ഐ ഫീൽ സോ ഗുഡ്, അറിയോ? സോ നിന്റെ ഫാമിലിയെ കുറിച്ച് പറ. എനിക്കെന്റെ ലൈഫിലുള്ളത് എന്റെ അച്ഛൻ മാത്രമാണ്. മോം? അമ്മയുണ്ട്, പക്ഷെ ഫോട്ടോയില്ല. ഓ ഗോഡ്, ഐ എം സോ സോറി അഖിൽ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ലവ്, നിന്റെ അച്ഛനമ്മ യുഎസിലാണല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഉണ്ടാവുമല്ലോ നിന്നെ പോലെ റോഡിൽ വന്ന് നിൽക്കുന്നവര്. അവർക്കൊക്കെ ഷെൽട്ടർ കൊടുത്തോണ്ടേയിരിക്കും. ഓഹോ. ഹേ, ഞാൻ വീണ്ടും തമാശ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എന്താന്നറിയോ, ചെറുപ്പം മുതലേ എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്താ. ഫിലിം ഡയറക്ട് ചെയ്യണമെന്നുള്ളത് എന്റെ ലൈഫ് ടൈം ആംബിഷനാ. അച്ഛനും അമ്മയ്ക്ക് താല്പര്യമില്ല, ബട്ട് വാട്ട് ടു ഡു. ലാവണ്യക്ക് എന്താണ് ഇഷ്ടം അത് മാത്രമേ ചെയ്യുള്ളൂ. ഐ വോണ്ട് ടു ബി എ ഫിലിം ഡയറക്ടർ. ഒരു ചെറിയ പടം ചെയ്ത് ഒരു വലിയ ഡയറക്ടറായി തീരാന്നുള്ളതാണ് എന്റെ സ്വപ്നം. നീ അടിപൊളി ഒരു വലിയ ഡയറക്ടർ. ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു. ഇത് നിനക്ക് എങ്ങനെയാടാ പറ്റുന്നത്? ഇത്ര പെട്ടെന്ന് എന്റെ ലൈഫിന് തന്നെ ഡയറക്ഷൻ തന്നത് നീയാണ്. അപ്പൊ പിന്നെ നീ ഡയറക്ടർ ആകാണ്ടിരിക്കുവോ? ശരി, ഞാൻ എഴുതിയ കഥ കേൾക്കുന്നോ? ഓക്കേ. ഓപ്പൺ ചെയ്താൽ